എല്ലാവർക്കും വിനീത പ്രണാമങ്ങൾ, സ്നേഹോഷ്മളമായ സ്വാഗതം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാരദാം ഭോജവദനാംബുജേ സർവദാ അസ്മാകം സന്നിധിം ക്രിയാത്. സരസ്വതീം ച താം നൗമി വാഗധിഷ്ഠാതൃദേവതാം ദേവത്വം പ്രതിപദ്യന്തെ യദനുഗ്രഹതോ ജനാം. ഓം മഗ്നേ ലോകേംപുരാശോ നളിനഭവനുതാ വിഷ്ണുനാ കാരയിത്വാ ചക്രോൽകൃത്തോരുകാണ്ഡം മധുമഭിഭയദം കൈഡഭം ചാതിഭീമം. പത്മോൽപത്തേ പ്രഭൂതം ഭയമപിരിബുധോ യാഹരൽ സാനുകമ്പാ സാസ്മാകം വൈരിവർഗം ശമയതു തരസാ ഭദ്രദാ ഭദ്രകാളി. അപ്പൊ നമ്മള് സ്ഥൂലരൂപ വർണ്ണനയില് കാർകൂന്തലിന്റെ മനോഹാരിതയെ കുറിച്ച് പഠിച്ചു, കിരീടത്തെ കുറിച്ച് പഠിച്ചു, നെറ്റിത്തടത്തെ കുറിച്ച് പഠിച്ചു. ഇപ്പം ഇനി ചില്ലിക വർണ്ണനം എന്ന് പറഞ്ഞ പുരികക്കൊടിയെ കുറിച്ച് വർണ്ണിക്കുകയാണ്. പുരികക്കൊടി ഭ്രൂഹു മധ്യത്തില് കണ്ണിന്റെ മേലെയുള്ള പുരികക്കൊടിയുടെ വർണ്ണനയാണ് നടത്തുന്നത്. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. നാമം എങ്ങനെയാണ്? 17ാമത്തെ നാമമാണ്. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ചില്ലിക എന്ന് പറഞ്ഞാല് പുരികക്കൊടി. വദനസ്മരമാംഗല്യ ഗൃഹം തോരണ ചില്ലിക. ആ ചില്ലികയെ, പുരികക്കൊടിയെ വർണ്ണിച്ചിരിക്കുന്ന പ്രത്യേകത, പൂർണേന്ദുവിന് സമാനമായ ദേവിയുടെ മുഖത്തെ, പൂർണചന്ദ്രന് സമാനമായിട്ടുള്ള ദേവിയുടെ മുഖത്തെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അറിയോ? കാമദേവന്റെ, സ്മരൻ എന്ന് പറഞ്ഞ കാമദേവൻ, രതിയുടെ ഭർത്ത, കാമദേവന്റെ മാംഗല്യഗൃഹത്തിനോട്, കാമദേവന്റെ ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള വീടിനോട് ഉപമിച്ചിരിക്കുന്നു ഇപ്പോ വാഗ്ദേവതമാര ഭഗവതിയുടെ മുഖത്തെ, വദനത്തെ. വാഗ്ദേവതമാർ ചെയ്തിരിക്കുന്നു ഇപ്പൊ ഇതില് പുരികക്കൊടിയെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഭഗവതിയുടെ മുഖം എന്ന് പറയും, വദനം എന്ന് പറയുന്ന പൂർണേന്ദുവിനോട് ഉപമിച്ചിരിക്കുന്നു ആൾറെഡി തന്നെ. അപ്പോ ആ പൂർണേന്ദുവിന്, പൂർണചന്ദ്രനോട് സമാനമായിരിക്കുന്ന ദേവിയുടെ മുഖത്തെ ഇവിടെ സ്മരമാംഗല്യ ഗൃഹതോരണമാണത്രേ. സ്മരം എന്ന് പറഞ്ഞാൽ കാമദേവൻ, കാമദേവന്റെ ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള വീടിന്റെ തോരണമാണത്രേ, അല്ലെങ്കിൽ കമാനമാണത്രേ ചില്ലിക, അതായത് പുരികക്കൊടി എന്നുള്ളത്. അപ്പൊ ഭഗവതിയുടെ പുരികക്കൊടികളെ വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. ഈ വീടിന്റെ കമാനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ വരിക. അപ്പൊ ആരുടെ വീടിന്റെ കമാനമാണ്? കാമദേവന്റെ ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മാംഗല്യഗൃഹമായിട്ടുള്ള ആ വീടിന്റെ രണ്ട് കമാനങ്ങളാണ് ദേവിയുടെ
പുരികക്കൊടികള്. അപ്പൊ ആ ദേവിയുടെ മുഖം എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു. ആ പൂർണ്ണചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്ന ആ മുഖത്തിന്റെ ആ വീടിന്റെ 2 കമാനങ്ങളാണത്രേ, തോരണമാണത്രേ ഭഗവതിയുടെ ചില്ലി അല്ലെങ്കിൽ പുരികക്കൊടി എന്നുള്ളത്. പിന്നെ വളഞ്ഞ് ഉള്ള ആ പുരികക്കൊടി സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് അല്ലെങ്കിൽ സൗന്ദര്യ ലക്ഷണ ശാസ്ത്രമനുസരിച്ച് അതുമല്ലെങ്കിൽ ഭാരതീയ കവി സങ്കല്പമനുസരിച്ച് വളരെ ഉത്തമമാണ് എന്ന് പറയാറുണ്ട്. ഉത്തമ ലക്ഷണമാണത്രേ ഇങ്ങനെ വളഞ്ഞുകൊണ്ടുള്ള ആ പുരികക്കൊടി എന്നുള്ളത്. അത് ഇവിടെ വാഗ്ദേവതമാര് ആ പുരികക്കൊടിയെ ഒന്ന് ഭഗവതിയുടെ മുഖത്തെ പൂർണേന്ദുവിനോട് ഉപമിച്ചു. ആ ഉപമിച്ചിരിക്കുന്ന ആ മുഖം എന്നുള്ളത് കാമദേവന്റെ ഗൃഹം. വദന സ്മരമാംഗല്യ ഗൃഹതോരണ, കാമദേവന്റെ ഐശ്വര്യ സമൃദ്ധമായ വീടിന്റെ കമാനമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ വാഗ്ദേവതമാരുടെ ആ ഭാവന നമുക്ക് മനസ്സിലൊന്ന് കാണാവുന്നതാണ്. ഈ കാമദേവൻ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ സകല സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഒരു സാര സർവസ്വമാണ് എന്ന് പറയും. കാമദേവൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടല്ല അയാൾ ഒരു കാമദേവൻ എന്നൊക്കെ പറയാറില്ലേ? അത്യാവശ്യം സൗന്ദര്യ ആളൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമ്മളൊക്കെ പറയാൻ അയാൾ ഒരു കാമദേവനാണ് അല്ലെ? ഈ കാമദേവൻ ഒറിജിനൽ കാമദേവൻ എങ്ങനെ ഉണ്ടാവും? ഈ പ്രപഞ്ചത്തിലെ സകല സൗന്ദര്യ വസ്തുക്കളുടെയും അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പങ്ങളുടെയും ഒക്കെ ഒരു സാരസർവസ്വമാണ്. ഇപ്പൊ ചിന്തിച്ചു നോക്കാം, ഇമാജിൻ ചെയ്യാം. അങ്ങനെയുള്ള ആ കാമദേവന്റെ പ്രിയ പത്നി രതീദേവി ഈ തൻ്റെ ഭർത്താവിന്റെ അഭൗമമായ സൗന്ദര്യത്തെ കണ്ണുകൾ കൊണ്ട് നക്കിയെടുക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൾ കൊണ്ട് നക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അത്രയ്ക്ക് സൗന്ദര്യമാണ് കാമദേവന് തന്നെ. അങ്ങനെയാണ്. അപ്പം കാമദേവന്റെ വീട് എത്രത്തോളം ഉണ്ടാവും? ആ അതിമനോഹരമായിട്ടുള്ള കാമദേവന്റെ ഐശ്വര്യ സമൃദ്ധമായ വീടിന്റെ 2 കമാനങ്ങളോടാണ് ഭഗവതിയുടെ പുരികക്കൊടികളെ താരതമ്യം ചെയ്തിട്ടുള്ളത് വാഗ്ദേവതമാര് എന്ന് ഓർക്കാം.